In this quiet season, I draw near to you to find my spiritual renewal. My heart is open, I repent and pray. Please wash me clean this Lenten day. Your grace is all I need. My soul you've come to free. Your love a promised seed. Your grace is all I need. ദൈവം വഴി തുറക്കും. ഗോഡ് വിൽ മേക്ക് എ വേ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ സന്ദേശത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം വളരെ ശക്തമായ ഒരു സത്യമാണ്. ദൈവം വഴി തുറക്കും. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരു അവസ്ഥയിലെത്തും. എല്ലാ വഴികളും അടഞ്ഞുപോയ പോലെ തോന്നുന്ന ഒരു സമയം. പ്രോബ്ലംസ് എല്ലാം ഒരുമിച്ച് വരും. ഫാമിലി ഇഷ്യൂസ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ഹെൽത്ത് സ്ട്രഗിൾസ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ലോർഡ്, വൈ ഈസ് ദിസ് ഹാപ്പനിങ് ടു മീ? വൈ ആർ ഓൾ ഡോർസ് ക്ലോസ്ഡ്? എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ വഴികൾ അടഞ്ഞു പോകുന്നു? പക്ഷേ ബൈബിൾ നമ്മോട് പറയുന്നത് വളരെ വ്യക്തമാണ്. നമ്മൾ കാണാത്തിടത്ത് പോലും ഗോഡ് ഈസ് വർക്കിംഗ്. ദൈവം ഒരു വഴി ഒരുക്കുന്നുണ്ട്. ഈവൻ വെൻ ദ റോഡ് സീംസ് ഇംപോസിബിൾ. ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, ഇപ്പോൾ അത് ഉദിക്കുന്നു. വനത്തിൽ ഞാൻ ഒരു വഴിയുണ്ടാക്കും, മരുഭൂമിയിൽ നദികൾ ഉണ്ടാക്കും. ഈസ 43:19. ഈ വാക്യം നമ്മോട് പറയുന്നത് വളരെ വലിയ പ്രത്യാശയാണ്. When life becomes a desert, God can create a river. When every door seems closed, God can open a new door. ജീവിതത്തിലെ പ്രതിസന്ധികൾ, ലൈഫ് ചാലഞ്ചസ്, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നത് സ്വാഭാവികമാണ്. Nobody has a life without problems. എപ്പോഴും നമ്മൾ കരുതും, എൻ്റെ ജീവിതം മാത്രം എത്രമാത്രം ബുദ്ധിമുട്ടാണ്. ബട്ട് ദ ട്രൂത്ത് ഈസ് എവറി പേഴ്സൺ ഹാസ് എ ഹിഡൻ സ്ട്രഗിൾ. ഒരു കുടുംബത്തിൽ സാമ്പത്തികമായ പ്രശ്നം, മറ്റൊരിടത്ത് ആരോഗ്യ പ്രശ്നം. ചിലർ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നു, ചിലർ ഡിപ്രഷൻ അനുഭവിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ പലരും ചിരിക്കുവാൻ മറന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മളുടെ മുമ്പിൽ കപടമായി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ബട്ട് ഇൻസൈഡ് ദേ ആർ ബ്രോക്കൺ. എന്നാൽ ഈ സമയത്താണ് ദൈവം നമ്മോട് പറയുന്നത്, ട്രസ്റ്റ് മീ. ബൈബിളിൽ ഒരു ചെറിയ കഥ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നു. ബൈബിളിൽ മോസസ് എന്ന ആളുടെ കഥ നമ്മൾ കാണുന്നു. മോസസ് വാസ് ലീഡിംഗ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. ദേ വേർ എസ്കേപ്പിംഗ് സ്ലേവറി. പക്ഷേ അവർ എത്തിയത് ഒരു വലിയ പ്രശ്നത്തിന്റെ മുന്നിലാണ്. മുന്നിൽ റെഡ് സീ, പിന്നിൽ ഫറവോന്റെ സൈന്യം. ലെഫ്റ്റ് സൈഡ് ഡെസേർട്ട്, റൈറ്റ് സൈഡ് മൗണ്ടൻസ്. അപ്പോൾ ജനങ്ങൾ ഭയന്നു. അവർ മോസസിനോട് പറഞ്ഞു, വൈ ഡിഡ് യു ബ്രിങ് us here to die? പക്ഷേ മോസസ് വിശ്വാസത്തോട് പറഞ്ഞു, സ്റ്റാൻഡ് സ്റ്റിൽ ആൻഡ് സീ ദ സാൽവേഷൻ ഓഫ് ദ ലോർഡ്. അപ്പോൾ ദൈവം ഒരു അത്ഭുതം ചെയ്തു. ഗോഡ് ഓപ്പൺഡ് ദ റെഡ് സീ. വെള്ളം രണ്ടായി പിരിഞ്ഞു. ദ പീപ്പിൾ വാക്ക് ത്രൂ ദ സീ. ഇത് നമ്മോട് പറയുന്നത് വലിയ സന്ദേശം എന്താണ്? വെൻ there is a no way, God makes a way. നമ്മുടെ ജീവിതത്തിലെ റെഡ് സീ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ റെഡ് സീ പോലെയുള്ള അവസ്ഥകൾ വരും. എല്ലാം അവസാനിച്ചതുപോലെ തോന്നുന്ന ഒരു സമയം. ജോബില്ല, മണിയില്ല, ഫ്യൂച്ചർ അൺക്ലിയർ. അപ്പോൾ നമ്മൾ പേടിക്കും. പക്ഷേ ആ സമയത്ത് ഒരു കാര്യം ഓർക്കണം, ഗോഡ് സ്പെഷ്യലൈസ് ഇൻ ഇംപോസിബിൾ സിറ്റുവേഷൻസ്. നമ്മൾക്ക് അസാധ്യമായത് ഗോഡിന് പോസിബിൾ ആണ്. ഒരു ചെറിയ കഥ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ഒരു യുവാവ് ഉണ്ടായിരുന്നു. ഹി കെയിം ഫ്രം എ പൂർ ഫാമിലി. അവന് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതം എളുപ്പമല്ലായിരുന്നു.
പല കാര്യങ്ങളിൽ അവനെ റിജക്റ്റ് ചെയ്തിരുന്നു. അവൻ്റെ നിറത്തിൽ, അവൻ്റെ ജാതിയിൽ, അവൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മയിൽ, അവൻ്റെ പല പല കാരണങ്ങൾ കൊണ്ട് അവൻ മുന്നോട്ട് വരുവാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. അവൻ്റെ ജോബ് ആപ്ലിക്കേഷൻസ് ഒക്കെ റിജക്റ്റായി. മന്ത്സ് പാസ്, ദെൻ ഇയേഴ്സ് പാസ്. അവൻ പലപ്പോഴും ഡിസ്കറേജ്ഡ് ആയി. ഒരു ദിവസം അവൻ ഒരു ചെറിയ ചർച്ചിൽ പോയി. അവിടെ ഒരു പാസ്റ്റർ പറഞ്ഞ ഒരു വാക്ക് അവന്റെ ജീവിതം മാറ്റി. അവിടുത്തെ പുരോഹിതൻ പറഞ്ഞു, യുവർ ഡിലേ ഈസ് നോട്ട് യുവർ ഡിനയൽ. അവൻ വീണ്ടും ശ്രമിച്ചു. ഹി സ്റ്റാർട്ടഡ് ലേണിംഗ് ന്യൂ സ്കിൽസ്. അവൻ ചെറിയ ജോലികൾ ചെയ്തു. സ്ലോലി ലൈഫ് സ്റ്റാർട്ടഡ് ചലഞ്ചിങ്. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവൻ ഒരു വലിയ കമ്പനിയിൽ ജോബ് കിട്ടി. അവൻ പിന്നീട് പറഞ്ഞു, ഗോഡ് വാസ് പ്രിപ്പയറിംഗ് മീ. അവന് മനസ്സിലാക്കി, ഡിലേ വാസ് എ പാർട്ട് ഓഫ് ഗോഡ്സ് പ്ലാൻ. ഈ അടുത്ത കാലത്ത് ഒരു ചെറിയൊരു സംഭവം നിങ്ങളുടെ മുമ്പിൽ ഉദാഹരണമായി ഞാൻ എടുക്കുകയാണ്. അഹമ്മദാബാദ് ഫ്ലൈറ്റ് ഡിപ്പാർട്ടിംഗ് ടൈമിൽ ഒരു പാസഞ്ചർ UK പോകുവാൻ വന്നപ്പോൾ അവർക്ക് ആ ഫ്ലൈറ്റ് മിസ്സായി. ആ സമയം അവർ ദൈവത്തെ പഴിച്ചിട്ടുണ്ടാവും. അയ്യോ, എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി, എൻ്റെ ടിക്കറ്റിന്റെ ക്യാഷ് പോയി. ഇങ്ങനെ പല പല ചിന്തകൾ അവരുടെ മനസ്സിൽ വന്നിരുന്നു. എന്നിരുന്നാലും അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, എല്ലാം സേഫായിട്ട് എത്തണമേ എന്ന്. അവരെ ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, എൻ്റെ വഴികൾ എല്ലാം നല്ലതാവണേ എന്ന്. ഒരു നിമിഷം കൊണ്ട് അവർ ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ വഴി എന്തുകൊണ്ട് തുറന്നില്ല, എനിക്ക് യാത്രയിൽ തടസ്സം ആരംഭിച്ചു, എനിക്ക് ഫ്ലൈറ്റ് മിസ്സായി. എന്നാൽ ദൈവം അവിടെ ഒരു ചെറിയ താമസം വരുത്തിയപ്പോൾ ജീവിതത്തിൽ അവർ നേടിയത്, അവരൊരു വലിയൊരു ജീവിതം തിരിച്ചു പിടിക്കുവാൻ അവർക്ക് സാധിച്ചു. ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ജനങ്ങളും ഇന്ന് ഈ ഭൂമിയിലില്ല. അവർ ദൈവത്തോട് സന്തോഷത്തോടുകൂടി നന്ദി പറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് പറയുന്നത്, ഒരു ചെറിയ ഡിലേ നിങ്ങൾക്ക് വേറെ എന്തോ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കുമെന്ന് മനസ്സിലാക്കുക. ഡിലേ വാസ് എ പാർട്ട് ഓഫ് ഗോഡ്സ് പ്ലാൻ. ദൈവത്തിന്റെ സമയം, ഗോഡ്സ് ടൈമിംഗ്. നമ്മൾ പലപ്പോഴും ഇംപേഷ്യന്റ് ആവുന്നു. വി വാണ്ട് എവറിത്തിങ് ഫാസ്റ്റ്, ഇൻസ്റ്റന്റ് സക്സസ്, ഇൻസ്റ്റന്റ് ബ്ലെസ്സിങ്. പക്ഷേ ഗോഡ് വർക്ക്സ് ഡിഫറെന്റ്ലി. ദൈവത്തിന്റെ സമയം പെർഫെക്റ്റ് ആണ്. സംടൈംസ് ഹി സേസ് യെസ്, സംടൈംസ് ഹി സേസ് വെയിറ്റ്, സംടൈംസ് ഹി സേസ് ഐ ഹാവ് സംതിങ് ബെറ്റർ. അതാണ് പറയുന്നത്, ദൈവം ചില സമയങ്ങളിൽ നമ്മളോട് പറയും, അതെ, ഇപ്പോൾ നിനക്ക് ഞാൻ. ചില സമയം പറയും, നിങ്ങൾ കുറച്ച് സമയം ക്ഷമിക്കൂ, നിങ്ങളുടെ സമയം വരും. സംടൈംസ് ഹി സേ ഐ ഹാവ് സംതിങ് ബെറ്റർ. ഇതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള സമയങ്ങളിൽ വരും എന്നാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഫെയ്ത്ത് എന്ന ശക്തി. ഫെയ്ത്ത് എന്നത് എന്താണ്? ഫെയ്ത്ത് മീൻസ് ട്രസ്റ്റിംഗ് ഗോഡ്. ഈവൻ വെൻ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ജീവിതത്തിൽ വലിയ വലിയ സ്ട്രോംസ് വരും, പ്രോബ്ലംസ് വരും, ബട്ട് ഫെയ്ത്ത് കീപ് us മൂവിംഗ് ഫോർവേഡ്. ദൈവം നമുക്കൊപ്പം. ബൈബിളിൽ പറയുന്നു, മാത്യു ചാപ്റ്റർ 28:20, ഐ ആം വിത്ത് യു ഓൾവേസ്. ഈ വാക്ക് വളരെ വലിയ ആശ്വാസമാണ്. യു ആർ നോട്ട് അലോൺ. നിങ്ങളുടെ സ്ട്രഗിളിൽ പോലും ഗോഡ് ഈസ് വിത്ത് യു. ഇപ്പോൾ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. സ്വർഗസ്ഥനായ പിതാവേ, ഹെവൻലി ഫാദർ, ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ സന്നിധിയിൽ വരുന്നു. ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾ ഭയപ്പെടുന്നു. സംടൈംസ് വി ഫീൽ ലോസ്റ്റ്. പക്ഷേ ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, യു ആർ അവർ ഹോപ്പ്. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്ലെസ് അവർ ഹോംസ്. പ്രശ്നങ്ങളിൽ കഴിയുന്നവരെ ശക്തിപ്പെടുത്തണമേ. ഗീവ് സ്ട്രെങ്ത് ടു ദോസ് ഹു ആർ സ്ട്രഗ്ലിംഗ്. അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കണമേ. ഓപ്പൺ ന്യൂ ഡോർസ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികൾ കാണിച്ചു തരണമേ. മേക്ക് എ വേ വേർ ദർ സീംസ് ടു ബി നോ വേ.
യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ. അവസാനമായി പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കുക. നിങ്ങൾ ഇന്ന് ഒരു പ്രശ്നത്തിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ റിമെമ്പർ ദിസ് ട്രൂത്ത്: ഗോഡ് വിൽ മേക്ക് എ വേ. നിങ്ങൾ ഇന്ന് കരയുന്നുണ്ടെങ്കിൽ ടുമോറോ യു വിൽ റിജോയ്സ്. നാളെ നിങ്ങൾ സന്തോഷിക്കും. ഇന്ന് നിങ്ങൾ കൺഫ്യൂഷനിലായാലും ടുമോറോ ഗോഡ് വിൽ ഗിവ് യു എ ക്ലാരിറ്റി. അതുകൊണ്ട് ഒരിക്കലും ഹോപ്പ് നഷ്ടപ്പെടുത്തരുത്, പ്രതീക്ഷ വിടരുത്. കീപ് പ്രേയിങ്, കീപ് ബിലീവിങ്, ബിക്കോസ് ദ സെയിം ഗോഡ് who opened the Red Sea is still working today, and he will open a way for you. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഏത് ദേശത്തിരുന്നാലും ഏത് സമയത്തിരുന്ന് പ്രാർത്ഥിച്ചാലും ഈ വാക്കുകൾ നിങ്ങൾ കൂടുതൽ ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്തട്ടെന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊള്ളുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ സന്ദേശം അയച്ചു കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും ഇതിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങളെ എല്ലാവരും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.